നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ട് കാലത്തെ കലാജീവിതം, ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയ ഒരു അനുഗ്രഹീത നടിയെയാണ് നമ്മളിന്ന് JB ജംഗ്ഷനിൽ അതിഥിയായി കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം KPSC ലളിത ചേച്ചിയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഈ പാട്ട് ഓർമ്മയുണ്ടാ? മറക്കാൻ പറ്റുമോ? ഈ പാട്ട് പല പ്രാവശ്യം പാടിയിട്ടുണ്ടല്ലോ ലളിത ചേച്ചി. ഞാൻ പാടിയിട്ടില്ല. ഈ പാട്ട് ലളിത ചേച്ചി മൂളുന്ന് ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് ചിലപ്പം നമ്മുടെ ജീവരക്ഷാർത്ഥം പാടിപ്പോയതോ മറ്റോ ആയിരിക്കും. ഇവിടുന്ന് ഇന്ത്യക്ക് വെളിയിലുള്ള വല്ല പ്രോഗ്രാമിൽ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ഒരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അവിടുന്ന് തടി തപ്പാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 വരി. മക്കളെ, ചേച്ചി ഒരു വരി ഇത് പാടണ്ടേ? കൈ ഓടിക്കും, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. പേരക്കിടാങ്ങളാ, കൊച്ചു മക്കളാ കൊണ്ടുവന്ന് ഇരുത്തിയത്. പാട് എനിക്ക് അതൊന്നും ചേച്ചിനെ ശ്രുതിയുടെ 8 കോട്ടയായിരിക്കും. ഒരാൾ എഴുന്നേറ്റ് പോകരുത്. അത് പറഞ്ഞേക്കാം. കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല്, വെള്ളിത്താമര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണി കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹ മറ്റൊരു പാർവർണ്ണനു മാലയ്ക്ക്. വിട്ടാസെ ആത്മാർത്ഥതയോടുകൂടി പറയൂ. അല്ല, എനിക്ക് സംശയം ചിത്രയുടെ സുജാതയുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നുള്ള. ചിത്ര സുജാത ഒന്നും അല്ല ഇത് പാടിയേക്കുന്നത്. അല്ല, അവരുടെ കഞ്ഞുകൂടി ഇനി മുട്ടിപ്പോകുന്നു. ഞാനിത് തുടങ്ങിയാല് ഇല്ല, അത് മുട്ടിക്കില്ല ഞാൻ എന്തായാലും. ലളിത ചേച്ചീനെ ഞാൻ എത്രയോ കാലമായിട്ട് ആ സോഫയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. വഴുതി മാറി, പിടിതരാതെ, കുതറി മാറി. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ മാറിക്കളിക്കുക? കണ്ടു കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് മോനെ എൻ്റെ മോൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉമ്മയൊക്കെ വെക്കും. പക്ഷേ ആ സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ വരില്ല. എനിക്ക് കുമ്പസരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് കുമ്പസരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇല്ല ആ പ്രദേശത്തോട്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നോണ്ട് വിട്ടിട്ട് ഞാൻ ഒരുപാട് പേരുടെ ഇത് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ലളിത ചേച്ചി, ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് ലളിത ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ചെയ്താലോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യുന്നു. ഒന്നുമില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാ ഞാൻ അങ്ങനെ ഇതാവുന്ന കാര്യമില്ലല്ലോ. ശരി, ഇത്രയും നാള് വിളിക്കുന്നു, വളക്കേ ആകാവുള്ളൂ, ഓടിക്കാൻ പാടില്ലല്ലോ. കുറെ നാളുകൊണ്ട് വിളിക്കുന്നുണ്ട്. ശരി, എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമാണ് ചേച്ചി. എനിക്കും അതെ, എനിക്കും ബ്രിട്ടാസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് ഈ കുരുത്തം കെട്ട പിള്ളേരെ അല്ലേലും ഇഷ്ടമാണ്. ഒന്ന് സ്കോർ ചെയ്ത് കേട്ടോ, ഞാൻ തിരിച്ചു തരാം. എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അത് ഒരു കുരുത്തം കെട്ട. അതെ, പിന്നെ ഒരു മോനുണ്ട്, അതും വലിയ മോശമൊന്നുമില്ല, കുരുത്തം കെട്ടായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സൈസ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള പിള്ളേരോട്. ഒരുപാട് ഭവ്യത കാണിക്കുന്നവരെക്കാളും എനിക്കിഷ്ടം കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ളവരോടാണ്. ഇന്ന് എന്നെ എടുക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. വരട്ടെ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ബ്രിട്ടാച്ചി. നമസ്കാരം. ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ പിറന്നാളൊന്നുമല്ല കേട്ടോ ഇന്ന്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ വിഷ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ദിവസം ഞങ്ങൾ ഏതോ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ചേച്ചി പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ, ചേച്ചിയും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു, ഹഗ് ചെയ്യണു കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് ശ്വേത മേനോൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്വേത ഇങ്ങനെ, ഓ ഇവരിൽ ആരുടെയോ ഹാപ്പി ബർത്ത്ഡേ ആണ്, ഇന്ന് ഇവരൊക്കെ എടുക്കണം, എൻ്റെ സ്നേഹം ഇവർ തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആരുടെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ വേഗം ശ്വേത കേക്ക് കൊണ്ടെന്ന് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നെ നോക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഇങ്ങനെ നമ്മൾ തമ്മിൽ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് മുറിക്കൂ,
അപ്പം അറിയാലോ ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ രണ്ടുപേരുടെ തല തല്ലി ചിരിച്ചു. ചേച്ചി ആ വിശേഷങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ദിലീപ് കല്യാണത്തിന്റെ തിരക്കിനിടയിലും ലളിത ചേച്ചിക്ക് വേണ്ടി കുറേ സമയം മാറ്റിവെച്ചു. അതെ, ഒരുപാട് സംഭവബഹുലമായിട്ടൊരു കല്യാണമായിരുന്നു എങ്കിൽ പോലും ദിലീപ് എത്രയോ സമയം ചേച്ചിക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്താണ് ഈ ഹാപ്പി ബർത്ത്ഡേ? വെറുതെ ഞങ്ങള് അങ്ങനെ ഇരിക്കും. വിളിക്കുന്ന ഉടനെ രണ്ടുപേരും തമ്മിൽ ഗുഡ് മോർണിംഗ്, അത് നമുക്ക് വേണ്ട, നമുക്ക് ഇങ്ങനൊരു സന്തോഷ ദിവസമാണെന്ന് നമുക്കങ്ങ് പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും എപ്പോൾ കണ്ടാലും ഹാപ്പി ബർത്ത്ഡേ പറയും. അതേസമയം ഒറിജിനൽ ഹാപ്പി ബർത്ത്ഡേ മറന്നുപോവുകയും ചെയ്യും. ഓ, ഗുഡ് മോർണിംഗിന് പകരം നിങ്ങൾ കണ്ടെത്തിയ ഒരു സാധനമാണ് ഈ ഹാപ്പി ബർത്ത്ഡേ. വല്ലാത്ത മുതലുകൾ തന്നെയായിട്ട് ഇവര്. രസം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ ദിലീപ് വളരെ കാര്യമായിട്ട് ഓർമ്മയായിട്ട് കുറച്ചു. മാർച്ച് 10-ാം തീയതി വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ പല്ല് പറിക്കാൻ പോയി, മൊത്തം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. ദിലീപ് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ടൊന്നും വിളിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വിളിക്കാൻ പറഞ്ഞത്. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു. ദിലീപുമായിട്ട് ലളിത ചേച്ചിക്ക് നല്ല സിങ്കാണല്ലേ? അതെ. ഇവരും ഗുരുത്തം കെട്ടവനാണോ? അത്ര അങ്ങ് സത്യസന്ധനെന്ന് പറയാനൊന്നും പറ്റത്തില്ല. കുറച്ച് ഗുരുത്തം കെട്ടവൻ. കുറച്ച് ഗുരുത്തം കെട്ടവനാ. ഞാൻ ആദ്യം ദിലീപിനെ പരിചയപ്പെടുന്നത് തന്നെ ദിലീപ് പിന്നെ ഓരോരോ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുമായിരുന്നു ദിലീപ് മദ്രാസിൽ. അത് ചേട്ടൻ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു അമേരിക്കൻ പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും പറയും, എനിക്ക് അന്നത്തെ ആ ചോറൂണ് എനിക്ക് മറക്കാൻ പറ്റില്ല ചേച്ചി, ഈ ഭയങ്കര സന്തോഷം. ഒന്നും ആയിട്ടില്ല ദിലീപ് അന്ന്, ഒന്നുമല്ല. ആദർശവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അത് ചേട്ടൻ അന്നേരം പറയുമായിരുന്നു, ഇവനൊരു നല്ല ആർട്ടിസ്റ്റായി, ഞാൻ ഇവനെ വെച്ചൊരു പടം ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ മിമിക്രി ചെയ്തിരുന്നു. അന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ആ സമയത്താണ് ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത് ഭരതേട്ടൻ്റെ കൂടെയാണ്. അന്ന് ഞങ്ങൾ മദ്രാസിലെ ചേച്ചിയുടെ വീട്ടിലൊക്കെ കൂടി, ജയറാമേട്ടൻ നമ്മളെ കൂടി, ഇന്നസെൻ്റ് ഏട്ടൻ, വേണുവേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടി രസകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിൽ വലിയ സങ്കടം ഭരതേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഭരതേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, എടാ നിന്നെ വെച്ച് ഞാനൊരു പടം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും മകനായ സിദ്ധാർത്ഥ് എൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. ചന്ദ്രേട്ടൻ എവിടെയാന്ന ഒരു നല്ല സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ദിലീപ് നല്ല ആർട്ടിസ്റ്റായി പടം ചെയ്യാമെന്നുള്ള ഒരു ലെവലിലൊക്കെ എത്തി നിന്നപ്പോഴത്തേക്കും സാറ് സ്ഥലം വിട്ടു. പക്ഷെ ഞങ്ങൾ ആ ആത്മബന്ധം വീടും കുട്ടികളും ഒക്കെ ആയിട്ട് ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. വരട്ടെ, നേരത്തെ വന്നതാണ്, പക്ഷെ ഇപ്പോൾ വരണം. നമുക്ക് എന്ത് സംഭവങ്ങളും പുതുതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉടനെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറയും. ഞങ്ങൾ ദേപ്പുട്ട് എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടുള്ള ആശയം പറഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു ഇത് തുടങ്ങുകയാണ്, അപ്പോൾ അതിൽ ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഉടനെ തന്നെ ആൾ വന്നു. ഉദ്ഘാടനം ഞങ്ങൾ 5 സുഹൃത്തുക്കളുടെ അമ്മമാർ ചേർന്നാണ്. അതിൽ ഒരാളുടെ അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡാ ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഇനി നിൻ്റെയും കൂടി അമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ട് ചേച്ചി ആ സ്ഥാനത്ത് നിന്നിട്ട് ഉദ്ഘാടനം ചെയ്തു, വിളക്ക് കത്തിച്ചു. അതിനുശേഷം കാലിക്കറ്റ് ഇതുപോലെ തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റ് ആസ്ഥാന ഉദ്ഘാടകയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടാസ്ജി ഒരു കാര്യം ചേച്ചിയുടെ ഇന്ന് സത്യം ചെയ്ത് വാങ്ങിക്കണം, ഈ ഉദ്ഘാടക വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല, ദേപ്പുട്ടിൻ്റെ മാത്രം അസറ്റാണ് എന്നുള്ളതൊന്നും ഒരു സത്യം വാങ്ങിച്ചേക്കണം. അല്ല, ഞാൻ പോകാറില്ല. ഞാൻ ദിലീപിന്റെ ഇതിന് ചില്ലറ പൈസ കിട്ടുന്നത് മുടക്കണ അല്ല, അതല്ല, അങ്ങനെ പറയാൻ പറ്റും. അവൻ പറഞ്ഞു കേട്ടില്ല ഇനി വേറെ സ്ഥലത്തുനിന്ന് പോരുന്ന്. അത് ഞാൻ പോകാറുണ്ടല്ലോ, അതാണ് പറഞ്ഞിട്ടല്ലല്ലോ പോന്ന്. കാശ് കിട്ടുന്ന സ്ഥലത്ത് പോകും ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്താ കുടുംബസ്വത്തൊന്നുമില്ല, വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയാലല്ലേ ചില്ലറ പൈസ. ദിലീപെ ക്ഷമിക്കണം, എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ ദിലീപ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാസം 2 ലക്ഷം രൂപ ലളിത ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ പറഞ്ഞ് തരാറുണ്ട് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. എൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എൻ്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പം വിളിക്കും ദിലീപ് എന്നെ. എന്താ ചേച്ചി? ഒന്നുമല്ല, എൻ്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം, അല്ല നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഒരു പൈസയില്ല വീട്ടിൽ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, എൻ്റെ കസിൻ ട്രിവാൻഡ്രത്തുള്ള.
അപ്പോൾ അവളുടെ മാല കൊണ്ടുവരാൻ പിറ്റേ ദിവസം കല്യാണ നിശ്ചയത്തിന് ഇടാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അന്ന് ദിലീപ് എനിക്ക് പൈസ കൊടുത്തയച്ചു വീട്ടിൽ. ആരും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കൊണ്ട് തന്നത് സുരേഷാണ്, മേനകയുടെ ഹസ്ബൻഡ് സുരേഷാണ്. അപ്പോൾ പോയി അപ്പം തന്നെ പോയി ഒരു ആഭരണം. അതേപോലെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാശൊക്കെ റെഡി ആയോ മുതലാളി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല ദിലീപ്, ഇതാ ഇപ്പം അങ്ങോട്ട് വരും ഒരാളെന്ന് പറഞ്ഞു. പറയാൻ പറ്റാത്ത അത്രയും പൈസ എനിക്ക് കൊടുത്തയച്ചു. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊട്ട് കൊടുത്തിട്ടുമില്ല, വേണമെന്ന് ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം വേറെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ജന്മത്തെ സുഹൃത്തോ എന്താണെന്നറിയില്ല, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറയും. ഞാനും അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദിലീപിനെ വിളിക്കാത്ത ദിവസങ്ങളില്ല. ദിലീപ് എന്തായാലും പുതിയൊരു ചുവടുവെപ്പ് നടത്തി. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നത്. എല്ലാവരും ഇനി നിശബ്ദരാകാം എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് കാവ്യയും ദിലീപും കൂടി പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ചേച്ചി പോയി അനുഗ്രഹിച്ചില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങൾ എന്തായിരുന്നു, അല്ലെ രഹസ്യം, അതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ ഈ കാര്യമൊന്നുമല്ല. ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധം വേറൊരാളിനോട് പോയി പറയൂ. ബ്രിട്ടാസ് പോയി പറയാറുണ്ടോ? കള്ളനല്ലേ? അല്ല. അപ്പൊ നിങ്ങളും കള്ളനാണ്. അത് കള്ളന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചു, ലളിത ചേച്ചി ഞാൻ കാവ്യയെ കെട്ടാൻ പോവാന്ന് പറഞ്ഞില്ല. പക്ഷെ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പൊട്ടിയാണ് ചേച്ചി, ഭയങ്കര പൊട്ടിയാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും അതിന് മറുപടി ഒന്നും പറയാനൊന്നും പോയിട്ടൊന്നുമില്ല. ചേച്ചി ഉപദേശിച്ചില്ലേ മോനെ ഒരു കല്യാണം കഴിക്കേ? കഴിഞ്ഞ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഡൈവോഴ്സ് ഒക്കെ എന്റെ മോനോട് പോലും ഞാൻ പറയാറില്ല കല്യാണം കഴിക്കാൻ. അവനവന് തോന്നി കല്യാണം കഴിച്ചാലേ ഉള്ളൂ, നമ്മളല്ല അവരുടെ കൂടെ ഇരിക്കുന്നത്. വരട്ടെ. ഓർമ്മയുണ്ടോ തിളക്കം? അങ്ങനെ തിളക്കമാർന്ന ഒരു സൗഹൃദമാണ് ലളിത ചേച്ചിയും ദിലീപും തമ്മിലുള്ളത്. ദിലീപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ബ്രിട്ടാസ്, എനിക്കും കാവ്യയ്ക്കും വേണ്ടി ഒരു വരി പാട്ട് ലളിത ചേച്ചി എടുത്ത് പാടിക്കണം, ഇഷ്ടമുള്ളത്. അത് വേണമെങ്കിൽ കൊടുക്കാം, ഒരു വിവാഹ സമ്മാനമായിട്ട്. വേണേ കൊടുക്കാം. വേണ്ട. ആ കൂത്താട്ടുകുളം മേരിക്ക് പാടിക്കൊടുത്ത്, കൂത്താട്ടുകുളം മേരി ചേച്ചിക്ക് പാടിക്കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ലത്. അത് അന്ന് എനിക്ക് അങ്ങോട്ട് 4 വയസ്സല്ലേ ഉള്ളൂ. 4 വയസ്സ് മുതൽ പാട്ട് പാടി തുടങ്ങിയ ആളാണ്. എന്നെ പാടിപ്പിച്ചത് കൂത്താട്ടുകുളം മേരി എന്ന് പറയുന്ന ആ അമ്മ. ഞാനൊരു പാട്ട് പാടാവോ? ഞാൻ പറഞ്ഞു, ഈ പാടാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പാടിത്തരാം, അതുപോലെ ഇത് പാടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതോ ഒരു വിപ്ലവ ഗാനമായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എനിക്കത് ഏതാണെന്നൊന്നും ഓർമ്മയില്ല. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ടത്. ചേച്ചി ആ കൂത്താട്ടുളം മേരിയാണ് നമ്മുടെ ബിനോയ് വിശ്വത്തിന്റെ ഭാര്യയുടെ അമ്മ. വളരെ കേരള രാഷ്ട്രീയത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടൊരു കഥാപാത്രമാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്. ഞാൻ ആ കൂത്താട്ടുളം മേരി ചേച്ചിയുടെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് പാടിത്തുടങ്ങിയ കലാജീവിതമാണ് ചേച്ചി. എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്കൊന്നും കലയിലേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഞങ്ങൾക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഇട്ടിട്ട്, എൻ്റെ അമ്മയുടെ സ്വത്തൊക്കെ വിട്ടുകൊണ്ട് വന്നതാണ് തൊടുപുഴ ഞങ്ങൾ സ്റ്റുഡിയോ ഒക്കെ ഇട്ടത്. ആ സ്റ്റുഡിയോ കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 3-4 മാസം എവിടെ ഇരുന്നിട്ട്, അപ്പോഴത്തേക്കാണ് അവിടെ എന്തൊരു കൊലപാതകമൊക്കെ നടന്നിട്ട് പാർട്ടിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ, എനിക്കതൊന്നും ശരിക്കും ഓർമ്മയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്നു അച്ഛനല്ലേ? അതെ. അമ്മക്കാണിത് ഭയങ്കര കലിയായിരുന്നു. അതെ, അമ്മ എന്നും വെള്ളം ഒഴിച്ചവരാകുമായിരുന്നു അച്ഛന്. അങ്ങനെയായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഈ മഹേശ്വരി അന്ന് അച്ഛന്റെ മോളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. മഹേശ്വരി എന്ന് പറഞ്ഞാൽ ആരാന്ന് പ്രേക്ഷകർ അത്ഭുതപ്പെട്ടേക്കാം. ഈ ലളിത ചേച്ചിയുടെ യഥാർത്ഥ പേര് മഹേശ്വരിയാണ് അല്ലേ? മഹേശ്വരി അമ്മ എന്നൊക്കെ വിളിച്ച് വലിയ ഇങ്ങനെ നിൽക്കേണ്ട ആളാണ്. ഇപ്പൊ ലളിത എന്ന് പറഞ്ഞിങ്ങനെ ആയിപ്പോയി. എൻ്റെ അച്ഛനിട്ട പേരാണ് ലളിത എന്ന്. അമ്മയുടെ കുടുംബക്കാരിട്ട പേരാണ് മഹേശ്വരി അമ്മ എന്ന്. അതായത് അമ്മയെ കല്യാണം കഴിഞ്ഞ് 5 വർഷം പ്രസവിക്കാതിരുന്നു. അപ്പോൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ കൊണ്ടുപോയി എൻ്റെ അമ്മ ഭജന വരുന്നിട്ട് അവിടെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാകുന്നത്. 7 മാസം വരേക്കും അവിടെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നേക്കാം. അതുകൊണ്ടാണ് അവിടുത്തെ ദേവിയുടെ പേരാണ് മഹേശ്വരി. ആറ്റുനോറ്റിരുന്ന് കിട്ടിയ കുട്ടിയാണെങ്കിലും അമ്മ ഒരുപാട് കൈവച്ചിട്ടുണ്ടല്ലേ, ആട്ടിച്ച് പുറം പൊളിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തായിരുന്നു ലളിത ചേച്ചിയുടെ ഒരു
ഭയങ്കര ഈർഷ്യം. അച്ഛനോട് കൂടുതൽ ഈ അടുപ്പം കാണിക്കുന്നതും ഇതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അമ്മയുടെ ജീവിതം ഇതുപോലെ അതായത് എന്തെങ്കിലും ചെറിയ കാര്യം വീട്ടിൽ നടന്നാൽ ഓടിപ്പോയി ഞാൻ അച്ഛനോട് പറയും. അങ്ങനെ ഭയങ്കര ഒരു ദൂത് ഇങ്ങനെ ചുറ്റിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒരു ആകാശവാണിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അല്ലേ? അതെ, അത് ഈ അടി പേടിച്ചിട്ട് ആദ്യവും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ധാരണയാണ്. അത് ഏതാണ്ട് എനിക്കൊരു 10-16 വയസ്സ് വരയ്ക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അത് മാറിയത്. ലളിത ചേച്ചി, ഞാൻ ലളിത ചേച്ചിയുടെ ജീവിത ഏടുകളൊക്കെ പരിശോധിച്ച് നോക്കി. കുറേ പല സുഹൃത്തുക്കളോടും ചോദിച്ചു, ലളിത ചേച്ചിയുടെ കൂടെ വളർന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു, പിന്നെ ലളിത ചേച്ചിയെക്കുറിച്ച് എഴുതിയത് വായിച്ചു, ലളിത ചേച്ചി എഴുതിയത് വായിച്ചു. സത്യം പറഞ്ഞാൽ ആരുടെ കണ്ണ് നനയ്ക്കുന്ന ഒരേടാണ്. എനിക്ക് തന്നെ വളരെ മനസ്സിൽ ഭയങ്കര ഒരു ഈർപ്പം വന്നു. എന്നാ കാരണം വെച്ചാൽ എന്തൊരു കഷ്ടപ്പാടും യാതനയായിരുന്നു ചേച്ചി അല്ലേ? അതെ, നിരന്തരം ഒരുപാട് അടി, വഴക്ക്, അനാഥത്വം. അമ്മയുണ്ടെങ്കിൽ തന്നെ ഒരു അനാഥത്വം. എൻ്റെ അച്ഛന് ഒന്നും മിണ്ടത്തില്ലായിരുന്നു, അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അച്ഛനും അമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ അച്ഛനെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലാതെ തീരെ നിവൃത്തിയിൽ ഇറങ്ങി അങ്ങ് പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലും വന്ന് നിൽക്കും റോഡിൻ്റെ സൈഡിൽ. എന്നിട്ട് എന്നെ വിളിപ്പിക്കും. എന്നെ വിളിച്ച് അടുത്ത ഏതെങ്കിലും ഒരു കുട്ടിയോട് പറഞ്ഞ് എന്നെ വിളിക്കാൻ പറയും. എന്നിട്ട് ഞാൻ ചെന്നിട്ടായിരിക്കും അച്ഛൻ്റെ അടുക്കൽ റോഡിൽ നിന്നിട്ടായിരിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ അച്ഛനാ സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നതുമൊക്കെ. ഇങ്ങോട്ട് വരികയും ഉണ്ടോന്നില്ല. പക്ഷേ ചിലവിനുള്ള കാശ് അന്നുള്ള കാശ് അന്നന്ന് തരുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എൻ്റെ തന്നയക്കും. കൊണ്ടു തന്ന അമ്മ എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പൈസ എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തൊരു തിക്താനുഭവങ്ങളായിരുന്നു ബാല്യത്തിൽ അല്ലേ? അതെന്താ അറിയാമോ, എൻ്റെ അമ്മ ഭയങ്കര നല്ല ആഠ്യത്വമുള്ള വലിയൊരു കുടുംബത്തിലായിരുന്നു. അതൊക്കെ പറഞ്ഞ വലിയ കഥകളാണ്. അച്ഛൻ പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ കണ്ടിട്ട് ഇവിടെ അച്ഛൻ്റെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ച ഒരു വീടുണ്ടായിരുന്നു. അവർ വലിയ എൻ്റെ അപ്പൂപ്പനൊരു ഹെഡ് മാസ്റ്ററായിരുന്നു. അന്ന് ഹെഡ് മാസ്റ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറുടെ വലിപ്പമുള്ള കുതിരവണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മ 3 മക്കൾ, ആ 3ാമത്തെ കുട്ടിയെ പ്രസവിച്ച് അന്ന് ഈ പനി വന്നിട്ട് അമ്മമ്മ മരിച്ചുപോയി. അന്ന് അമ്മയ്ക്ക് 32 വയസ്സേ ഉള്ളൂ. അതിനുശേഷം അപ്പൂപ്പൻ 2ാമത് കല്യാണം കഴിച്ചു, പിന്നെ അങ്ങോട്ടങ്ങ് ചാഞ്ഞു. അപ്പോൾ ഈ 3 പിള്ളേർ അനാഥരായിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൂപ്പൻ്റെ പെങ്ങന്മാരാണ് ഇവരെ വളർത്തിയതും നോക്കിയതൊക്കെ. അപ്പോൾ അത്ര ഒരു നല്ല ചിട്ടയായിട്ട് വളർന്ന ആൾക്കാരായിരുന്നില്ല. തോന്നിയിടം വന്നിടം ഇവർ വന്ന് വീട് കൊണ്ട് കാണിച്ചത് മറ്റേ വീടാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഇവരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് അച്ഛൻ്റെ വീട്ടുകാരെയും അച്ഛനെയും ഒന്നും ഇഷ്ടമില്ലാതിരുന്നത്. എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞ ഇടയാളമ്പ്രക്കാരിയാണ്. ആറന്മുളയാണ് അമ്മയുടെ തറവാട്. അമ്മയ്ക്ക് ഒരു കളിപ്പ് പറ്റിയതാണെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഇല്ല, അമ്മ പറയുന്നത് എന്തോ എനിക്ക് അന്ന് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി. അന്ന് അമ്മയ്ക്ക് 15 വയസ്സേ ഉള്ളൂ. അമ്മ അതിൽ ഉറച്ചു നിന്നു. പക്ഷെ പിന്നീട് അമ്മയുടെ സ്വത്തെല്ലാം വിറ്റ് അച്ഛൻ സ്റ്റുഡിയോ തുടങ്ങി, അതെല്ലാം നശിപ്പിച്ചു. പിന്നെ വീട്ടുകാര്യങ്ങളൊന്നും അത്ര നോക്കുന്നില്ല. എല്ലാം വന്നിടം പോയിടം ആ ഒരു രീതിയായിരുന്നു അച്ഛന്. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. എന്നാലും ലളിത ചേച്ചി അച്ഛൻ്റെ മോളായിട്ട് തന്നെ പറഞ്ഞു. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെ. പക്ഷെ അമ്മ നിരന്തരം അടിച്ചപ്പോൾ വല്ലാത്ത വിഷമം വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. അയ്യോ, കെട്ടിയിട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. വടി ഇങ്ങനെ പുറകിൽ കുത്തിവെക്കും. എന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ വന്നിങ്ങോട്ട് കയറുന്നുണ്ടെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ പിടിച്ചവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കെട്ടിയിട്ടിട്ട് താമസിച്ചതിന് വന്നിട്ട് വേണം പിന്നെ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വല്ല വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനൊക്കെ. എല്ലാ ജോലിയും നമ്മുടെ തന്നെയായിരുന്നു. ഒരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ ആ പാടെ, പച്ചയും വെള്ളയും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അത് നനച്ചിട്ടിട്ട് രാവിലെ ചിരട്ട ഇതാക്കി മൊന്തയ്ക്കകത്തിട്ടിട്ട് അതിൻ്റെ വക്ക് കെട്ടി ഇത് തേച്ചിട്ടാണ് കൊടുത്തത്. ഞാൻ ഈ മുഷിഞ്ഞത് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. എന്നും അത് വെള്ള ബ്ലൗസല്ലേ, ദിവസം കഴിയത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് അടുക്കളയിലെ പണി കഴിച്ച് കുളിച്ച് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വന്ന് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ ഉച്ചയ്ക്ക് വയ്ക്കുള്ളൂ. ഈ ആദ്യത്തെ ഈ ഒരുമാതിരി ഊച്ച നായരുടെ സ്വഭാവം നല്ലോണം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. സിൽവർ നൈട്രേറ്റ് എന്നുള്ള പദാർത്ഥത്തിൻ്റെ പരിചയമുണ്ടോ ലളിത ചേച്ചിക്ക്? നുണ പറയരുത്. ഇല്ല. ഈ സിൽവർ നൈട്രേറ്റ് എന്നുള്ള സാധനത്തെ എടുത്തൊരു ദിവസം
ഇതാ ആര് പറഞ്ഞത്? സിൽവർ നൈട്രേറ്റ് ആരാണ്, എന്താണ്, ഏത് നാട്ടുകാരനാണ്? എന്താ ചോദിച്ചതിനോട്? കരുണാകരനും പണ്ട് ഏത് പിള്ള എന്ത് പിള്ള എന്ന് പറഞ്ഞ പോലെ സിൽവർ നൈട്രേറ്റ് വഴക്ക് അത് സംഭവിച്ചത് ഭയങ്കര സംഭവമായിരുന്നത്. അത് അങ്ങനെ ചെയ്തു പോയത്. അത് അതായത് എൻ്റെ അച്ഛൻ നല്ല പെയിൻറ്ററും കൂടെ ആയിരുന്നു, ഫോട്ടോഗ്രാഫർ മാത്രമല്ല പെയിൻറ്റർ ആയിരുന്നു. അപ്പോൾ ഈ പെയിൻറ് ചെയ്യാനുള്ള സ്റ്റമ്പിങ് ഇതൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കും. ഒരു ദിവസം നാട് വിട്ടങ്ങ് പോയി. ഈ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയിട്ട് എൻ്റെ ചിറ്റപ്പൻ കടയ്ക്ക് താമസിക്കണ്ടായിരുന്നു. ചിറ്റപ്പൻ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ അങ്ങനെ കായംകുളത്ത് താമസിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഇളയ കുഞ്ഞുണ്ട് അന്നേരം, രാജൻ എന്നും പറഞ്ഞ ഒരു ബ്രദർ. അമ്മ എൻ്റെ അടുക്ക ഇവനെ നോക്കിക്കണമെന്ന് പറഞ്ഞേച്ച് അമ്മ വെള്ളം എടുക്കാൻ പോയി. അപ്പം ഞങ്ങൾ കുളത്തിൽ നിന്നാണ് കുടിക്കുന്നത്, ഇല്ലാതെ കുളത്തിലെ വെള്ളം, കിണറില്ല. തൊട്ടപ്പുറത്താണ് അച്ഛൻ്റെ ഒരു അപ്പച്ചി താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു ജീവിതം തന്നെ. ചെറ്റ കുത്തിമറച്ച വീടൊക്കെ ആയിരുന്നു ഞങ്ങളുടേത്. എന്നിട്ട് വെള്ളം എടുക്കാൻ പോയി. ഈ പിന്നെ അച്ഛൻ 250 രൂപ അവിടെ നിന്ന് അയച്ചു തന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്, ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പോയി എൻ്റെ അടുക്ക് ലിസ്റ്റ് തന്നു, ഇതെല്ലാം മേടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു. അമ്മ വെള്ളം എടുക്കാൻ പോയി. കുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. അവന് 4 മാസം മറ്റേ ആയിട്ടുള്ളൂ. ഏതാണ്ടൊരു കൊട്ടോ പറയാൻ പറ്റും. എനിക്ക് ഈ കൊട്ടും ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കാൽ കൈയും അടങ്ങിയിരിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഇപ്പോഴും അതെ ഇങ്ങനെ ഒരു അതിൻ്റെ കൂടെ തുള്ളണമെന്ന് ഒരാഗ്രഹമാണ്. ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി അങ്ങ് പോയി. ഈ ചെറ്റ കുത്തിമറച്ച വീടല്ലേ, അതിനിടയിൽ കൂടെ ഒരു പട്ടി കയറി വന്നിട്ട് ഇതെല്ലാം തിന്നേച്ച് പോയി. മേടിച്ചുകൊണ്ട് വെച്ച അരിയും സാധനങ്ങളും എല്ലാം കുഞ്ഞകത്ത് അവിടെ കിടക്കുന്നുണ്ട്. അതിനെ കടിച്ചില്ല ഭാഗ്യത്തിന്. അമ്മ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ വീട്ടിലില്ല. ഇത് ആകെ ഒരു സാധനമില്ല വീട്ടിൽ ഓണത്തിനുള്ള. എന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് എൻ്റെ കരച്ചിൽ വെള്ളം കൊണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ അപ്പച്ചി അപ്പുറത്ത് താമസിക്കും. വെള്ളം എടുക്കാൻ പോയ വീട്ടിൽ അവർ അരി കൊടുത്തയച്ചു, സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ട് അമ്മ ഒന്നും ചെയ്തില്ല. ചോറ് മാത്രം വെച്ച് ഉപ്പുമുളക് ഉടച്ചിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ കാരണമാണല്ലോ ഈ ദുരിതം, ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ ശാപം ഞാനാണ്, ഞാനങ്ങ് ചത്തേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഈ സാധനമായിരുന്നു. ഏത് സാധനമാണ്? എന്താന്ന് സിൽവർ. അത് ഇപ്പോഴും എനിക്ക് അതിന്റെ മണം അടിക്കുമ്പോൾ ഓർമ്മ വരും. കലക്കി അങ്ങോട്ട് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം കെട്ടുപോയി. ഞാൻ എന്നിട്ട് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ട് ചത്തുപോകാന്നാ ഞാൻ വിചാരിച്ചത്. ചത്തില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഓ എൻ്റെ അച്ഛൻ ഇത് അറിഞ്ഞിട്ട് ഓടിയൊരു വരവ് വന്ന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കത്തെഴുതി അയച്ച് 3 ദിവസം 4 ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങ് എത്തുള്ളൂ. എൻ്റെ സിൽവർ നൈട്രേറ്റേ, നീ പറ്റിച്ചൊരു പണിയേ. അല്ല അങ്ങനെയാണെങ്കിൽ ചത്തുവരുന്ന ഞാൻ ഉണ്ടാവില്ലല്ലോ. KPS ലളിത എന്ന് പറയുന്ന ഒരാളുണ്ടാവുമായിരുന്നില്ല, അത്രേ ഉള്ളൂ. സിൽവർ നൈട്രേറ്റ് പരാജയപ്പെട്ടോടെ ലളിത ചേച്ചിയുടെ മുമ്പിൽ. ഇപ്പോഴും അതിന്റെ മണം അടിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. ഇനി മേലാൽ ആരും സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞേക്കരുത് ലളിത ചേച്ചിയുടെ മുമ്പിൽ വന്നിട്ട് കേട്ടാ. അങ്ങനെ ചെറുപ്പകാലത്ത് തന്നെ ആത്മഹത്യ ചെയ്യാൻ പരിശീലിച്ച ഒരു ധീരവനിതയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്താ പക്ഷേ അമ്മ മാത്രമല്ല, അച്ഛനും അടിച്ചിട്ടുണ്ട്. അച്ഛൻ ഒറ്റ പ്രാവശ്യം എന്നെ അടിച്ചിട്ടുള്ളൂ. ഒരേ ഒരു പ്രാവശ്യം അച്ഛൻ എന്നെ തല്ലിയിരിക്കുന്നത്. അതായത് അന്നൊക്കെ ഈ ഇതില്ലേ തൈയില്ലേ, തെങ്ങും തൈയില്ലേ, ഓലമടലിൽ നിന്ന് ഒരു 3-4 ഈർക്കിലി ഒന്ന് ചിരിഞ്ഞെടുക്കണം. ഇരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഓല കളഞ്ഞാച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നും, ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ അതിൻ്റെ തുമ്പ് കെട്ടി ഇങ്ങനെ ആക്കിയിട്ട് വിളിച്ചു തന്നെ എടുത്തോ പൈസ. അപ്പം എന്തിനായിരുന്നു എന്ന് വെച്ചാൽ നസീർ സാറിൻ്റെ ഒരു സിനിമ കാണാൻ പോകാനായിരുന്നു, വേറെ ഒന്നുമല്ല. അച്ഛൻ്റെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് ചങ്ങനാശ്ശേരിയിൽ ഈ പടം കളിക്കുന്ന ഏതോ ഒരു തമിഴ് പടമാണ്. SS രാജേന്ദ്രനെ നസീർ സാറും ഒക്കെയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സുമതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സുമതി ഞാനും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന്. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞു ശനിയാഴ്ച രാവിലെ ക്ലാസ് ഉണ്ട്, വാര്യത്ത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആനന്ദക്കുട്ടൻ്റെ സിസ്റ്റർ ഞാനും ഒക്കെ ഒന്നിച്ച് പഠിക്കുക അന്ന്. ആനന്ദക്കുട്ടൻ ക്യാമറാമാൻ. അപ്പോൾ സുമതി ഞാനും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് സിനിമയ്ക്ക് പൊക്കളയാന്ന്. അപ്പോൾ പൈസ വേണ്ട, അമ്മയുടെ കാൽപ്പെട്ടിയിൽ നിന്ന് 4 അണ. അന്ന് ഈ 4 അണയാണ്, 2 അണയേ ഉള്ളൂ ഒരു ടിക്കറ്റിന്. കാശൊക്കെ എടുത്ത് ഇതിൽ നിന്ന് കാശ് എടുത്തും കൊണ്ട്
ഞങ്ങൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന വേറെ ആളുണ്ട്, ഇത്തിരി പാരയാണ് പുള്ളി. ഈ പുള്ളിയെ കൊണ്ടുപോകത്തുണ്ട്. ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ല, പിന്നെ സുമതിയും ലളിതയും കൂടെ സിനിമയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ആളിൻ്റെ പിന്നെ അപ്പച്ചിയുടെ മോനാണ് ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നത്, രാഘവൻപിള്ള ചേട്ടൻ. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണ്. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഞങ്ങൾ കണ്ടു രാഘവൻപിള്ള ചേട്ടൻ നടന്നു പോകുന്നത്. ഈ ചേട്ടൻ പോയി നേരെ അച്ഛൻ്റെ അടുക്ക് സ്റ്റുഡിയോയിൽ പറഞ്ഞും വെച്ച് ചേട്ടൻ അങ്ങ് വീട്ടിൽ പോയി. ആ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടില്ല. അപ്പം ഞാൻ ഓർത്ത് അറിഞ്ഞു കാണത്തില്ല, ചിലപ്പോൾ തരാം. പിറ്റേന്ന് രാവിലെയാണ് അച്ഛൻ വിളിക്കുന്നത്. രാത്രി വന്നിട്ട് അനങ്ങും ഒന്നും ചെയ്തിട്ടില്ല. നീ ഇന്നലെ അമ്മയുടെ പെട്ടിക്കകത്തുനിന്ന് പൈസ എടുത്തോ? ഇല്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ അടിയാണ്. ഒരു പെടലിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കമുള്ള തിണ്ണയാണ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ. ഒരൊറ്റ തെള്ളും തെള്ളും. കാലിൻ്റെ പാട് ഇപ്പോഴും ഉണ്ട് ഇവിടെ, ഇങ്ങനെ മുറിഞ്ഞിട്ട്. പോയിട്ടില്ല. അതിങ്ങനെ ഇങ്ങനെ ഒരു കല്ല് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ഭാഗത്ത്. നോണ പറയാൻ പാടില്ല, നോണ പറയരുത്. എന്ത് കാര്യത്തിലാണെങ്കിലും സത്യം പറഞ്ഞോണം, നോണ പറയരുത്. ആ ഒരു അടിയാണ് എൻ്റെ അച്ഛൻ്റെ എനിക്ക് ഓർമ്മ. അമ്മയുടെ അടി ഒന്നും. ആ അടിയിൽ ലളിത ചേച്ചി നേരെയായോ? നേരെയായി. നോണ എന്തും പറയാറില്ല നോണ. അപ്പൊ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ കുറെ നോണ പറയിപ്പിക്കാൻ പോവാണ്. കിട്ടുകയില്ല. പഠിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു ലളിത ചേച്ചി? കണക്ക് വളരെ നല്ലതായിരുന്നു കേട്ടെ. കണക്കോ? പഠിക്കാനോ? കണക്കിലൊന്നും വലിയ മോശമൊന്നും ഇല്ലായിരുന്നു. ഇംഗ്ലീഷായിരുന്നു. അത് വെള്ളം പോലെ ഇംഗ്ലീഷ് പറയാം. എവിടാ ഞാനോ? ആരെങ്കിലും 2 വാക്ക് എന്നോട് ചോദിച്ചാൽ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മുങ്ങുമല്ലോ. ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ. അത് ഞങ്ങൾ അമേരിക്കൻ പ്രോഗ്രാമൊക്കെ പോകുമ്പോഴേ നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് വല്ല സായിപ്പന്മാരൊക്കെ വന്നിരിക്കും. വല്ല കഥയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റൊന്ന് പോയാൽ മതി, എന്നിട്ട് വേറെ ആരെങ്കിലും പിടിച്ച് അവിടെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പോൾ സ്ഥലം വിടും ഞാൻ. ഇംഗ്ലീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നല്ലേ? യുദ്ധം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ അവർ പറഞ്ഞു മനസ്സിലാക്കും?